കുറെ കാലം മുമ്പ് മനോരമ ആരോഗ്യത്തിന് വേണ്ടി കിച്ചുവിന്റെ ഒരു ഫോട്ടോ എടുത്തതാണ്. ഒരുപാട് വർഷം മുമ്പ്. കിച്ചു എനിക്കൊന്ന് സ്ത്രീ സീരിയലൊക്കെ ചെയ്തിരുന്ന, അല്ല അത് കഴിഞ്ഞിട്ടാ, കിച്ചു മീശയൊക്കെ ഇല്ലാത്തൊരു സമയത്ത്. ഈ ഫോട്ടോ കുറച്ച് നല്ല ഫേമസ് ആയിരുന്നു. ഞങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതിന്റെ വലിയ ഫ്ലെക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോ ആയിരുന്നു, ഇങ്ങനെ കയ്യിൽ ഹാർട്ടൊക്കെ വെച്ചിട്ടിരിക്കുന്നത്. നല്ലൊരു ഫോട്ടോ ആണ് ഈ ഫോട്ടോ. ചില മാഗസിനൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ ഇതിൽ ഏത് ഫോട്ടോ ആയിരുന്നു, ഏത് പേജിലായിരുന്നു നമ്മുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തപ്പും. കാവലൻ എന്ന് പറഞ്ഞ സിനിമയില് കിച്ചു വിജയുടെ കൂടെ ഒക്കെ ആക്ട് ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, കാവലൻ തമിഴ് പടം. ആ സമയത്ത് ഒരു ഫോട്ടോ ആണ്. ചില ബുക്സ് ഒക്കെ എനിക്ക് കാണുമ്പോൾ ഇത് ആരുടെ ഫോട്ടോ ആണ് എന്ന് പോലും എനിക്ക് ഓർമ്മ കാണില്ല. ഈ ബുക്ക് എനിക്ക് ഓർമ്മയുണ്ടോ, 99 പണ്ടൊക്കെ ഇല്ലേ, നാനാ വലിയ നക്ഷത്രം 2 മാഗസീനാണ് സിനിമ മാഗസീൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ചിത്രഭൂമി അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒത്തിരി പുതിയ മാഗസീൻസ് മറ്റേ ആലോചിക്കുക ഇതിൽ ആരുടെ ഫോട്ടോ ആണ്. ഈ ബുക്കിനകത്തും എന്റെ ഫോട്ടോ ആണ്. ഇത് എന്റെ ഫോട്ടോ. ഞാൻ കുറേ വർഷം, ഇത് നമ്മൾ ഓസി ജനിച്ച ഇടയ്ക്കാണേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജി തമ്പി സാറിന്റെ ഒരു സീരിയലായിരുന്നു. ഞാൻ അതിൽ ആക്ട് ചെയ്തായിരുന്നു, നമ്മൾ സിദ്ദിഖേട്ടന്റെ ഒക്കെ കൂടെ. ഇതിൽ കിച്ചു ഈ സീരിയലിലുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. കിച്ചു വേറെ ക്യാരക്ടറായിരുന്നു. ഇതാ ഒരു ഫോട്ടോ. അപ്പൊ ഈ ദിവസമൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ ഷൂട്ടിന് പോകുമ്പോ അമ്മുവും കുഞ്ഞ്, ഓസിയും കുഞ്ഞ്, എല്ലാരെയും കൊണ്ടാണ് ഞാൻ അന്നവിടെ ലൊക്കേഷനിൽ പോയത്. കാരണം ഓസി വളരെ കുഞ്ഞായിരുന്നു, പാലൊക്കെ കുടിക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഓസിയും കൊണ്ടൊക്കെയാ പോയത്. എനിക്കൊരു 1 വീക്കൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കും ഇതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്റെ കയ്യിൽ ഇതിന്റെ ഒരു വീഡിയോയോ ഒന്നുമില്ല. ആ സമയത്തൊക്കെ അതിനെക്കുറിച്ചും ചിന്തിച്ചതും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ മാഗസീനിലൊക്കെ ഇതുപോലെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴാണ് അതൊക്കെ ഒന്ന് ഓർക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞതാ, 21 വർഷം, ഓൾമോസ്റ്റ് 22. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കവറിൽ വരും. നമ്മള് ഈശാനി ജനിച്ച ഇടയ്ക്ക് എടുത്തൊരു ഫോട്ടോ ആണ്. അമ്മ എന്താണോ സങ്കടപ്പെട്ടിരിക്കണം. അതിന് അകത്തൊക്കെ വേറെ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. ഇതിലേക്ക് റൈറ്റപ്പ് ഒക്കെ ഇപ്പൊ വായിച്ചാണല്ലോ നമുക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അകത്തൊന്നും കണ്ടില്ല. ഞാൻ ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഞങ്ങള് അന്ന് മലയാളത്തിലെ വില്ലന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. നമ്മള് എന്നെ വർഗീസ് ചേട്ടനും കൃഷ്ണകുമാറിനെയും കുറിച്ചാണ് അന്ന് അതില് എഴുതി വന്നത്. അപ്പൊ ഇതിനിങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. നമ്മള് മാർട്ടിൻ പ്രക്കാട്ട്, പുള്ളി എടുത്ത ഫോട്ടോയാണ്. പുള്ളി ഇന്നിപ്പോ വലിയ ഡയറക്ടറാണല്ലോ. അപ്പൊ അന്ന് ഇതാണ് ആ ഫോട്ടോ. ഞാൻ ഈശാനിയെ ഒരു 4 മാസമോ 5 മാസമോ ഒന്ന് പ്രഗ്നന്റ്. അതുകൊണ്ട് ഞാൻ വളരെ സിക്കായിരുന്നു ആ സമയത്ത്. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് വളരെ ഡള്ളായിരുന്നു. അതിങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അയ്യോ ഒരു മൂഡും ഇല്ല, ഞാൻ വളരെ ഡള്ളായിട്ട് ഇരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. അമ്മു ഓസിട്ടേക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഈ ഒരു സീസണില് ആ വെക്കേഷൻ ടൈമിലൊന്ന് ചെന്നൈ പോയിരുന്നു. ചെന്നൈ പോയപ്പോ അവിടുത്തെ ഒരു പോത്തീസോ അതുപോലെ ഏതോ കടയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാ. ആ സീസണിൽ അവരുടെ വളരെ ഫേവററ്റ് ആയ ഒരു ഡ്രസ്സായിരുന്നു അത്. ഇതെനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത്. ഇത് 2000 ബിഗിനിങ്ങിൽ വന്ന ഒരു മാഗസീനാണ്. ഇതാ ഈ കുട്ടി ഇന്ദുലേഖ, നല്ലൊരു ആക്ട്രസ് ആയിരുന്നു. കിച്ചുവിന്റെ കൂടെ ആക്ട് ചെയ്തിരുന്നു. ഇന്ദുലേഖ ഇപ്പൊ ഒരു വലിയ മോളൊക്കെ ഉണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. ഇന്ദുലേഖ ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്, മോള് ഡാൻസ് കളിക്കുന്നതൊക്കെ. കൃഷ്ണകുമാറിന്റെ ഒരു ഫോട്ടോ. കൃഷ്ണകുമാറിന്റെ മേൽവിലാസമായി. അത് കിച്ചു ആ മേൽവിലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ചെയ്തില്ലേ, ആ സമയത്ത് വന്ന. ഇതിൽ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഫോട്ടോ ഒരു മാഗസീനിന്റെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴേ ഓസി ഇഷാനിയൊക്കെ ട്യൂഷന് പോകാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒന്നും എടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. കിച്ചുവിന്റെ മാത്രം എടുക്കാൻ വന്നത്. കിച്ചു ടിപ് ടോപ്പ് ആയിട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പിള്ളേരെ ട്യൂഷന് വിടാൻ പോകാൻ നിൽക്കുക. അപ്പോഴത്തേനും അവർ പറഞ്ഞു ഒന്ന് ഫാമിലിയും കൂടെ നിർത്തുന്നു. അപ്പൊ നമ്മൾ അയ്യോ ഇല്ല ഞങ്ങൾ റെഡിയല്ല. ഓസിയൊക്കെ ഏതോ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണെന്ന് നിൽക്കുന്നത്. ആരും റെഡിയല്ല. ഈ ഫോട്ടോയിൽ അമ്മു ഞാനും മാത്രം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു. മറ്റവരിങ്ങനെ ടോട്ടലി മൂഡ് ഓഫ് ആയിട്ട് നിന്നതായിരുന്നു അന്ന്. അതെ ആ ദിവസം എടുത്തതാണ് ഇത്. ഈ ഫോട്ടോ ആണ് ആ മാഗസീനിലും വന്നിരിക്കണം. ഈ ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മാഗസീന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തത്. ഹൻസിക ഇട്ടേക്കുന്ന ഈ ഒരു പച്ച ഡ്രസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇഷാനി കുഞ്ഞായിരുന്നപ്പോ അവൾക്ക് വേണ്ടി വാങ്ങിയതാ. എവിടെ നിന്ന് വാങ്ങിയെന്ന് ഞാൻ മറന്നുപോയി. എറണാകുളത്ത് ഏതോ കടയെന്ന് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. പക്ഷെ ഇഷാനിക്ക് ആ ഡ്രസ്സ് തീരെ ഇഷ്ടമായിരുന്നില്ല. ഇഷാനി ഇടത്തേ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഭയങ്കര ക്യൂട്ട് ഒരു ഫ്രോക്കായിരുന്നു. ഇഷാനി ഇടത്തേ ഇല്ല. പിന്നെ ഹൻസിക ജനിച്ചു കഴിഞ്ഞ് ഹൻസികയ്ക്ക് 4 വയസ്സൊക്കെ ആയപ്പോ ഞാൻ ഹൻസികേനെ ആ ഡ്രസ്സ് ഒന്ന് ഇടിപ്പിച്ചു. ഇത് ഏത് വർഷത്തെ മാഗസീനാണ്? 97 മാഗസീൻ എന്ന് വെച്ചാൽ നമ്മളെ ഓസി പോലും ജനിച്ചിട്ടില്ല, അമ്മു ജനിച്ചിട്ടുണ്ട്. അപ്പൊ കേരള കൗമുദിയുടെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു കവർ ഫോട്ടോക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ടെറസിൽ പോയി എടുത്തതാ കേട്ടോ. ഞാനന്ന് ഫേസിലെ ലിപ്സ്റ്റിക്കും കരിയൊക്കെ അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ഈ ഫൗണ്ടേഷൻ അതുപോലത്തെ ഒന്നും ഇടത്തേ ഇല്ലായിരുന്നു.
അങ്ങനത്തെ ഒന്നും വാങ്ങത്ത് കൂടിയില്ലായിരുന്നു. ഞാനൊക്കെ വിശ്വസിച്ചിരുന്നു എന്റെ മുഖം ഭയങ്കര ക്ലിയർ ആണ്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നൊക്കെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അന്ന് ഞാൻ വെച്ച ലിപ്സ്റ്റിക്കും പണ്ട് ഞാൻ എന്റെ കല്യാണത്തിന് പോലെ എന്റെ കണ്ണിൽ ഞാൻ താഴെ ഒന്നും കരി വരയ്ക്കത്തില്ല. എന്റെ വെച്ചാൽ കണ്ണിൽ താഴെ കരി വരച്ചാൽ കൊള്ളില്ല, ഞാൻ മുകളിൽ മാത്രം ശകലം വരയ്ക്കും. ഇതിലെന്റെ അതുപോലെയൊക്കെ തന്നെ കണ്ണിന്റെ മുകളിൽ മാത്രം കുറച്ച് കരി വരച്ചിരിക്കുന്നു. എന്റെ സെറ്റുമുണ്ട്. ഞാൻ ഇതിലിട്ടേക്കണ മാല എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ ഒരു മാലയാണ്. അങ്ങനെ ഞാൻ ഈ കേരള കൗമുദി ഈ മാഗസീനിന്റെ കവർ ഇതേപോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എത്രയോ വർഷം കഴിഞ്ഞിട്ട് അമ്മു അതേ മാഗസീൻ എന്റെ അമ്മു ഞാൻ സ്റ്റീവ് ലോപ്പസ് ചെയ്ത ആ ഇടയ്ക്ക് ഇതേ മാഗസീൻ വന്നിട്ട് അമ്മുവിന്റെ ഫോട്ടോ അതേ മാഗസീന്റെ കവറിൽ. അപ്പൊ ഞാനിത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഈ പേരാണോന്ന് തോന്നുന്നു, ഞാൻ പണ്ട് ഒരിക്കൽ ഒരു പോസ്റ്റ് ചെയ്തോട്ട് ഞാൻ തപ്പി എടുത്തപ്പോഴേ അതേ പേരുള്ള മാഗസീൻ. ഇതങ്ങ് പഴയതായി, എത്ര വർഷം മുമ്പത്തെ 97 എന്ന് പറയുമ്പോ എത്രയാ 23 years ആയി. 23 years ബിഫോർ ഉള്ള ബുക്ക്. അന്നൊക്കെ ഈ ബുക്കിന് എന്താ വില നോക്കട്ടെ, 2 രൂപ. പണ്ട് കാലത്തൊക്കെ മാഗസീനിന് 2 രൂപ. എനിക്ക് ഓർമ്മയുണ്ട് നാനയൊക്കെ 3 രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കാലം എനിക്ക് നാനയൊക്കെ 3 രൂപയ്ക്ക്, ഫിലിം ഫെയർ മാഗസീനൊക്കെ 10 രൂപയ്ക്കൊക്കെ ഞാൻ കുഞ്ഞായിരിക്കും ഫിലിം ഫെയർ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ 20 30 50 75 ആണെന്ന് തോന്നുന്നു, 100 പോയിട്ടില്ല. ഇത് കണ്ടോ, കിച്ചു ഞാനും കുട്ടികളുടെയും ഫോട്ടോ എടുത്തു, പക്ഷെ കവറിൽ അവരുടെ വന്നില്ല കേട്ടോ. നോക്കട്ടെ അകത്തുണ്ടോ നോക്കട്ടെ. ഇതെനിക്ക് ഓർമ്മ, ഹൻസിക്കനെ പ്രഗ്നന്റ് ആയിരുന്നു. ഈ പ്രഗ്നന്റ് ടൈമില് എനിക്ക് ഇത് നോക്കിയേ, ഈ ബുക്കിൽ പിള്ളേരാരും എടുത്തിട്ട് കിച്ചുവിനൊരു കണ്ണാടി, ഇഷാനിക്ക് ഒരു കണ്ണാടി, അല്ല ഓസിക്ക് ഒരു കണ്ണാടിയൊക്കെ വരച്ചു വെച്ചേക്കുന്നത് ആരാണെന്ന് അറിയില്ല. നമ്മുടെ പിള്ളേരാ മിക്കവാറും ഇഷാനി ആയിരിക്കും വരച്ചത്, കാരണം അല്ലെങ്കിൽ അമ്മു ആയിരിക്കും വരച്ചത്. അവർക്ക് രണ്ടുപേർക്കും കണ്ണാടിയില്ല. കിച്ചുവിനും ഓസിക്കാണ് കൂളിംഗ് ഗ്ലാസ് വരച്ചു കൊടുത്തേക്കുന്നത്. അത് കൊള്ളാം. ഈ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു ബ്ലാക്ക് സാരി ഞാൻ ആ ഇടയ്ക്ക് പാർത്താസ് വാങ്ങിച്ചൊരു സാരിയാണ്. പിന്നെ ഉടുക്കത്തേക്കില്ല, അന്ന് ഒരു ദിവസം ഒന്ന് ഉടുത്ത നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. ഇത് ഏതാ കുറിച്ചിട്ട്, ഇതൊരു വനിതാ വീട് മാഗസീനാണ്. ഇതിൽ കിച്ചണിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ നോക്കട്ടെ എവിടെയോ ഉണ്ടായിരുന്നു, മറന്നു പോയി, എവിടെ പോയിന്ന്. ഇതും ഞാൻ ഹൻസിക്കനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുത്തതാ. ഓക്കെ, അന്ന് ഞങ്ങളുടെ വീടും പുതിയതായിരുന്നു, ഞങ്ങളുടെ കിച്ചണും പുതിയതായിരുന്നു. കിച്ചണൊക്കെ കാണാൻ നല്ല ഡീസന്റ് ആയിരുന്നേ. ഇപ്പൊ ഇവിടെ ഒന്നും ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇപ്പൊ ഒക്കെ കുളമായി. ഈ ദിവസത്തേക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എന്റെ ഫേവറേറ്റ് സെൽവാറാണിത്. നമുക്ക് ഓസി, ഷാനി, അമ്മു എല്ലാം കൊച്ചു പിള്ളേർ, എത്ര പെട്ടെന്നാ വളർന്നു പോയത്. ഇതാ മാഗസീൻ. പിന്നെ ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഇതില് കവറിൽ വന്നതാണ്. ഒരു ബ്ലൂ കളർ, എല്ലാരും ഒരു കളർ ഇടാന്ന് വെച്ച, പക്ഷേ ഓസിയുടെ ദുപ്പട്ട റെഡ് ആയിപ്പോയി. ഹൻസിക ഭയങ്കര ക്യൂട്ടായി ഫോട്ടോയിൽ, ഭയങ്കര ക്യൂട്ട്. ഓസിയുടെ പാവം കണ്ണിങ്ങനെ അടങ്ങി പോകുന്ന പോലത്തെ ഫോട്ടോ. ഈ ഫോട്ടോ ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അയ്യോ ഓസിയുടെ പാവം, ഇതിന്റെ കൂടെ എടുത്ത കണ്ണ് തുറന്ന ഫോട്ടോ ഉണ്ടായിരുന്നു കാണും. പക്ഷെ ഇതിനെനിക്ക് തോന്നുന്നു ഹൻസിക ഭയങ്കര ക്യൂട്ടായിരുന്നേ. അപ്പൊ ഹൻസിക ഭയങ്കര ക്യൂട്ടായതുകൊണ്ടായിരിക്കും ഈ ഒരു ഫോട്ടോ അവരങ്ങ് എടുത്തങ്ങ് ഇട്ടത്. ഇതിനകത്ത് കുറെ ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിനെ കുറിച്ചുള്ളൊരു സ്പെഷ്യൽ ആയിരുന്നു അന്ന്. ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് സ്പെൻസറിൽ പോയിട്ട് അവിടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഷോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഷോപ്പിംഗ് ടിപ്സും ഒക്കെ ആയിരുന്നു. അമ്മൂന്നിട്ടേക്കുന്ന ഡ്രസ്സ്, ഈ പാന്റൊക്കെ നോക്കി, അന്ന് ഈ ബെൽ ബോട്ടം പോലത്തെ പാന്റൊക്കെ ഇടയ്ക്ക് തിരിച്ചു വന്നൊരു സമയം, ജീൻസിന്റെ താഴെ പൂവിന്റെ എംബ്രോയിഡറി ഒക്കെ ഉള്ളത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിള്ളേർ സ്പെൻസറിൽ നമ്മൾ അവിടെ ഓരോ ഏരിയയില് സാധനം വാങ്ങിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഫോട്ടോസ്. അപ്പൊ ഇത് അതാണ്. ഇത് ഒരു പഴയ നമ്മള് വിന്ദുജ 96 ബുക്കാണ് ഇത്. നമ്മളിതുവരെ പഴയ മാഗസീൻസില്ല, ഇത്രയും വർഷം, 20+ years ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എടുത്ത് നോക്കുമ്പോ ഇല്ലേ, വരാൻ പോകുന്നു എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ടുള്ള ചില സിനിമകൾ വന്നിട്ടേ ഉണ്ടാവൂല. പിന്നെ ഇതിൽ കാണുന്ന ചില സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ്സ് ആയിട്ടുണ്ടാവണം. വലിയ ആൾക്കാരായിരുന്നവർ ഒരുപാട് വലിയ ആൾക്കാരായി. പല ആർട്ടിസ്റ്റുകളും, സ്ത്രീകൾ പലരും കല്യാണം കഴിച്ചു പോയി. അവരൊന്നും അങ്ങനെ നമ്മൾ പിന്നും കാണില്ല. ഇതൊരു ഓണത്തിന് കിച്ചുവിന്റെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ നാനയുടെ ആൾക്കാർ വീട്ടിൽ വന്നതാണ്. കിച്ചു നല്ല ജുബ്ബയൊക്കെ ഇട്ട്, അന്ന് ഞാൻ ഇത് 97 ഓണത്തിന് വന്നതാ. അപ്പൊ 97 ഞാൻ ഓസി ഒന്ന് പ്രഗ്നന്റ് ആയ ആ സമയം, എനിക്കിങ്ങനെ ഒട്ടും വയ്യ, വോമിറ്റിംഗ് ഒക്കെ തുടങ്ങി, അങ്ങനെ ഒരു സമയത്ത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക്, അപ്പൊ അവര് ഫാമിലി ഫോട്ടോ ചോദിച്ചപ്പോ കിച്ചുറിന് വേണ്ട, വൈഫിന് അത്ര സുഖമില്ല, വേണ്ട, വോമിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന, വളരെ ഡള്ളാണ്, കിച്ചുവിന്റെ ഒറ്റയ്ക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഒക്കെ തുടങ്ങി വന്നു. കിച്ചു റെഡി ആയിട്ടൊക്കെ നിൽക്കുവായിരുന്നു. ഈ ഫോട്ടോ എടുക്കാൻ അന്ന് ഈ ഫോട്ടോ ഞങ്ങൾ ഗൗരീശപട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്
ഞങ്ങൾ ആദ്യമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആ സ്ഥലത്താണ്. അപ്പൊ അതൊരു ഒരു 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 വളരെ ഗ്ലാമറസ് ഒന്നും ഒരു വീടൊന്നും അല്ല. വീടിനകത്തൊക്കെ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ ടെറസിലാ ഫോട്ടോ എടുത്തത്. അപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് ടെറസിൽ കയറി പോയ സമയത്ത് ഫോട്ടോ ആരാ എടുത്തേക്കണേ, ഫോട്ടോഗ്രാഫറിന്റെ പേര് കണ്ടോ. അപ്പൊ ഫോട്ടോ എടുക്കാൻ മുകളിൽ കയറി പോയ സമയത്ത് അമ്മു പാവം, അമ്മു വളരെ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെ അവിടെ വീട്ടിൽ എന്ത് നടന്നാലും വളരെ എക്സൈറ്റഡ് ആണ്. അമ്മു പിന്നാലെ ഓടിപ്പോയി അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ഫോട്ടോഗ്രാഫറെ നോക്കി ചിരിച്ച് നിൽക്കുക. അപ്പൊ കിച്ചുവിന്റെ കുറെ ഫോട്ടോസ് എടുത്തവര്. അന്ന് കിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒത്തിരി ഫോട്ടോസ് എടുത്തു. അപ്പൊ അമ്മു ഇത് കണ്ട് വളരെ എക്സൈറ്റഡ് ആണ്. ക്യാമറയും അവർ മറ്റേ തെർമോക്കോളും ലൈറ്റും ഒക്കെ പിടിച്ചല്ലേ എടുക്കുന്നത്. എക്സ്ട്രീംലി എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട്. അപ്പൊ അവസാനം ആ ഫോട്ടോഗ്രാഫർ ഇറങ്ങി പാവം മോളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കും. ഞാൻ പറയും, അയ്യോ അമ്മൂന് നല്ല ഡ്രസ്സൊന്നും ഇട്ടില്ല, വീട്ടിൽ ഇട്ടേക്കണ ഡ്രസ്സായിട്ടേക്കണേ, ഞാൻ വേണമെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുവരാം. അവർ കുഴപ്പമൊന്നുമില്ല, ഇത് മാഗസീനിൽ ഇടാനൊന്നും അല്ലല്ലോ, വെറുതെ മോളെ കാണാൻ എന്ത് ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ട് വെറുതെ അമ്മൂനെ ഒന്ന് എടുത്തതാ ഈ ഫോട്ടോ. എന്നിട്ട് അവരെടുത്ത ഫോട്ടോ. എന്നിട്ട് ബുക്ക് വന്നപ്പോഴോ ആ ഫോട്ടോ ഞാൻ പറയും, അയ്യോ ഞാൻ അമ്മൂന് നല്ല ഡ്രസ്സ്, ഇത് ഓണത്തിന്റെ ഒരു ഫോട്ടോ ഇല്ല, അപ്പൊ അമ്മൂനെ കൂടെ അവർ ഇടുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല അവളുടെ അവൾക്ക് നല്ലൊരു മഞ്ഞയും മെറൂണും ഒക്കെ ഒരു നല്ല പട്ടുപാവാട ഉണ്ടായിരുന്നു അമ്മു ജനിച്ച അമ്മുന്റെ ഉള്ള ഫോട്ടോ. ഇതും ഇപ്പോഴത്തെ വരും. ഭയങ്കര എന്തൊരു ചക്കരയായിരുന്നു അമ്മു. അന്ന് അമ്മു നമ്മുടെ ഒറ്റയ്ക്ക്, അന്ന് ആദ്യത്തെ മോളല്ലേ, ഭയങ്കര ഒരു ഹീറോയിനായിട്ട് അങ്ങ് വിലസി നടക്കുന്ന ഒരു കാലമാണ്. അതാ മാഗസീൻ. അയ്യോ ഈ അടുത്ത് കിച്ചു എന്നോട് ഈ ഫോട്ടോയെ കുറിച്ച് ചോദിച്ചു കേട്ടോ. ഞാൻ ഇവിടെ ആര്യന്യങ്ങളുടെ വീടെന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ എടുത്ത ഫോട്ടോയാ ഇത്. കിച്ചു, നമ്മളെ മമ്മൂട്ടി, ദേവൻ, നല്ല ക്യാരക്ടർ ആയിരുന്നു കിച്ചുവിന് ആ സിനിമയില്. ഈ ബുക്ക് തുറക്കുമ്പോ നോക്കിയേ, കാളിദാസൻ എത്ര കുഞ്ഞു ബേബി ആയിരിക്കുന്നു അതില്. ഇത് നമ്മളതാ ഇപ്പൊ പഴയ മാഗസീൻസ് ഒക്കെ കാണുമ്പോഴേ എന്ത് രസമാണ്. നമ്മളൊന്ന് അതിൽ കൂടെ ഒന്ന് ഈ പഴയ സംഭവങ്ങൾക്കൊക്കെ ഒത്തിരി നമ്മളെ മെമ്മറീസ് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. ഇറ്റ്സ് നൈസ്. ഓ ഗോഡ്.